ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് മുട്ട പഫ്സ് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ മുട്ട പഫ്സ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ എഗ്ഗ് ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇന്നത്തെ മുട്ട പഫ്സ് ഉണ്ടാക്കുന്നത് നമ്മൾ എയർ ഫ്രയറിലാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നല്ല അതേ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ടേസ്റ്റിലും അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം എഗ്ഗ് ഒന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് ഡക്കറിൻ്റെ എഗ്ഗ് ബോയിലറാണ്. ഇതിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എഗ്ഗ് ബോയിൽ ചെയ്യാൻ പറ്റും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ഓഫ് ആവും കേട്ടോ. അപ്പോൾ നമുക്കിത് വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബോയിലായിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് എഗ്ഗ് ബോയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് എൻ്റെ ആ ഒരു തോടൊക്കെ പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു പോരുന്നുണ്ട് കേട്ടോ. നമ്മളിത് ബോയിൽ ചെയ്തതിന് ശേഷം ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ നമുക്ക് എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അതേപോലെ തന്നെയാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം വെള്ളത്തിലൊന്ന് കിടന്നതിന് ശേഷം നമുക്കിതൊന്ന് തൊണ്ട് കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പം ഞാനിതൊന്ന് ആ സമയം തുടച്ച് വെക്കുന്നുണ്ട്. ഇതിൽ വെള്ളം മുഴുവനായിട്ട് വറ്റിയിട്ടുണ്ടാവും കേട്ടോ. ആ ഒരു സമയത്താണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ഓഫ് ആവുന്നത് കേട്ടോ. ഇതിന് കറക്റ്റ് നമ്മൾ വെള്ളം വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഞാനിവിടെ നമുക്ക് ആ ഒരു സവാളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. മസാല ഉണ്ടാക്കേണ്ട അതിനുള്ള സവാള വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇതാ ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് സവാള ഇട്ട് കൊടുത്ത് ഉപ്പിട്ട് കൊടുത്ത് അതുപോലെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറഞ്ഞ തീയിലിട്ട് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല കറിക്കൊക്കെ വഴലുന്ന ആ ഒരു രൂപത്തിൽ വഴറ്റേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ ഗരം മസാലപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, അത്രയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. കറിവേപ്പില നമുക്ക് ഈ ഒരു മുട്ട പഫ്സിന് നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുട്ട പഫ്സ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. മുട്ട പഫ്സും ചിക്കൻ പഫ്സൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ മുട്ട പഫ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പാസ്ട്രി ഷീറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഒരു പാസ്ട്രി ഷീറ്റ് നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ പഫ്സ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതിൽ 10 പീസാണ് കേട്ടോ അതിൻ്റെ ഒരു പാക്കിൽ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഫ്രീസറിലാണ് വെക്കുന്നത്. നമ്മൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ഐസൊക്കെ പോയിട്ട് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്യാൻ ആ ഒരു രീതിയിലായിട്ട് നമുക്കിത് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ടാവും. അതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഓരോന്നോരോന്നെടുത്ത് അതിൻ്റെ ഉള്ളിൽ മസാല ഇട്ട് കൊടുത്തിട്ട് മടക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ ആദ്യം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു മസാല ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. കുറച്ച് ഒരു സ്പൂണൊക്കെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ എഗ്ഗ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഹാഫ് ഭാഗം നമുക്ക് ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ 2 അറ്റം പിടിച്ചിട്ട് ഇതിൻ്റെ ആ ഒരു പഫ്സിൻ്റെ ഷേപ്പ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ 4 സൈഡിൽ നിന്നുള്ള ആ ഒരു അറ്റം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ഷീറ്റ് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്ന സൂപ്പർ മാർക്കറ്റിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് നമുക്ക് മൈദ വെള്ളമൊന്നും വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതന്നെ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ പഫ്സിനുള്ള ആ ഒരു സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ചെറുതായിട്ടൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ അടിയിലൊരു കവർ ഉണ്ടാവില്ല, ആ ഒരു കവറിനകത്ത് തന്നെ വെച്ചിട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഓരോന്ന് നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്. എയർ ഫ്രയർ ഇല്ലാത്തൊരു ഓവണിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ രണ്ടാമത്തെ നമ്മുടെ പഫ്സിനുള്ളതും റെഡിയാക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ വീട്ടിൽ തന്നെ നല്ല രീതിയിൽ നമുക്കിത് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുക. അങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതുപോലെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എയർ ഫ്രയറിൽ 4 പീസാണ് കേട്ടോ നമുക്ക് ഒരു സ്റ്റെപ്പിൽ വെക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് 4 ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ
ശേഷം നമ്മൾ എയർ ഫ്രയറിനകത്ത് ഇത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തായിട്ടൊരു ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, ഞാൻ ഇതിപ്പോൾ വാങ്ങിച്ചപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്, അതങ്ങ് എടുത്ത് ഒഴിവാക്കിയാൽ മാത്രം മതിയല്ലോ. അപ്പോൾ ഞാൻ അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ എഗ്ഗ് ഒന്ന് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു പഫ്സ് എല്ലാം വെച്ചില്ല അതൊക്കെ കമഴ്ത്തി വെച്ച് കൊടുക്കട്ടെ. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ആ ഒരു എഗ്ഗ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ആ ഒരു പഫ്സ് കിട്ടുമ്പോൾ അതിൻ്റെ മുകളിൽ ഉണ്ടാവില്ല, നല്ലൊരു ഭംഗിയായിരിക്കുമല്ലോ. അത് കിട്ടുന്നത് ഈ ഒരു എഗ്ഗ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്താണ് കേട്ടോ. എന്നിട്ട് എയർ ഫ്രൈ ഇത് അടച്ചു വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഓണാക്കി കൊടുക്കാം. അപ്പോൾ ഞാനൊരു 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ ഇതുപോലെയാണ് കേട്ടോ. മുകൾ ഭാഗം നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗം കൂടി അടിഭാഗം കൂടി ഒന്ന് ഇതുപോലെ മറിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ എഗ്ഗ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തില്ല, അതൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ വീണ്ടും 10 മിനിറ്റും കൂടി വെക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, അത് പെട്ടെന്ന് തന്നെ ആവും. അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട പഫ്സ് വീണ്ടും 10 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാം ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 10 മിനിറ്റ് വെച്ചതിന് ശേഷം നോക്കിയപ്പോൾ അതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. മുട്ട പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ മസാല ഉണ്ടല്ലോ, അത് ചിക്കന് വെച്ചിട്ടും അതുപോലെ ബീഫ് വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ചിക്കനും ഒക്കെ ആണെങ്കിൽ ആദ്യം ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം നമ്മുടെ സവാളൊക്കെ വഴറ്റിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതാ ഇതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പും കൂടി നേരത്തെ നമ്മൾ വെച്ചല്ലോ അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. 4 പീസാണ് കേട്ടോ ഒരു സ്റ്റെപ്പിൽ വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ 3 തവണയായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ആ ഒരു എഗ്ഗ് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷം നേരത്തെ വെച്ചല്ലോ 10 മിനിറ്റ് അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ രണ്ടാമത്തെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ആ ഒരു കളർ കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എഗ്ഗ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതുപോലെ നല്ലൊരു ഫിനിഷിങ് വരികയുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ റമദാനൊക്കെ വരില്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ എയർ ഫ്രയർ ഇല്ലാത്തവരും ഫ്രൈ പാനിൽ വെച്ചിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഓവനിൽ വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഈ എയർ ഫ്രയർ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് നല്ല ഉപകാരമാണ് കേട്ടോ. നോമ്പുള്ള സമയത്തൊന്നും എണ്ണ ഉപയോഗിക്കാത്ത ഒരുപാട് പലഹാരങ്ങൾ നമുക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ പഫ്സ് വരുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ ബൈ.